പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ മീഖാത്തിലേക്ക് എത്തുന്ന പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇറാൻ കെട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഇറാൻ കെട്ടി ഉദ്ദേശിച്ച ഡ്രസ്സ് അതിൽ ഉദ്ദേശിച്ചത്, അതായത് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അത് പലപ്പോഴും ജനങ്ങൾക്ക് ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ധരിക്കലാന്നൊരു തെറ്റിദ്ധാരണ. മാത്രമല്ല എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ തെൽബിയത്ത് തുടങ്ങാം. തെൽബിയത്ത് തുടങ്ങിയിട്ട് ഏറെ സങ്കടകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മീഖാത്തിലെത്തുമ്പം അവിടുന്ന് തെൽബിയത്ത് ചൊല്ലി അല്ലെങ്കിൽ ലബൈക്ക് ഹജ്ജത്ത് അല്ലെങ്കിൽ ലബൈക്ക് ഉംറത്തൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെയുള്ള ഹജ്ജിലേക്ക് ഉംറയ്ക്ക് പ്രവേശിക്കേണ്ടത്. പക്ഷെ ആ പ്രവേശിക്കുന്ന സമയത്ത് നല്ല ഉറക്കമായിരിക്കും ഫ്ലൈറ്റിൽ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽക്കെതിരാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറിവില്ലാത്ത പല ആളുകളും വരും. ഇപ്പോൾ സഫയുടെ മുകളിൽ കയറി കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ കാണിക്കും, ഇത് കാണുമ്പോഴുള്ളൊരു ആൾക്കാർ ഇതേപോലെ തന്നെ പല തെറ്റുകളും ചെയ്യാറുണ്ട്. പരിശുദ്ധമായ പവിത്രമായ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ, സഹോദരന്മാരും സഹോദരിമാരും ഹജ്ജ് കർമ്മത്തിനായി മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട്, വിശുദ്ധ നഗരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആഫിയത്തോടു കൂടി മബ്റൂറും മഖബൂലുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുവാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും പഠിപ്പിച്ച ഒരു കാര്യം, ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും പ്രവാചകൻ്റെ ചര്യയിൽ നിന്ന് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ഖുദു അന്നി മനാസികക്കും, ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യണം എന്നുള്ളതാണ്. അത് ഹജ്ജിൻ്റെ യാത്ര മുതൽ അതേപോലെ തന്നെ അവിടുത്തെ ഹജ്ജിൻ്റെ കർമ്മം എല്ലാം ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് ദീൻ നിഷ്കർഷിച്ച ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ നാടുകളിൽ നിന്ന് യാത്ര പോകുന്ന, ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആളുകൾ പലപ്പോഴും പല അനാചാരങ്ങളും പുത്തൻ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹജ്ജ് കർമ്മത്തിലേക്ക് പോകുന്നത്, അതല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നത്. മബ്രൂറായ ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിദഅത്തുകളിൽ നിന്ന് പുത്തനാചാരങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുകൾ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് വിട്ടു നിൽക്കേണ്ടത്, അതിൻ്റെ ഗൗരവം എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് നമ്മൾ ആദ്യമായി ചർച്ചക്കെടുക്കുന്നത്. ബഹുമാന്യനായ സാദിഖ് മദീനി, എന്താണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബിസ്മില്ലാ അൽഹംദുലില്ലാ വബഅദ്. നമ്മളിപ്പോൾ ഹജ്ജിന് പോകുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ലക്ഷം മുതൽ 7 ലക്ഷമൊക്കെ കൊടുത്താണ് പോകുന്നത്. അപ്പോൾ ഈ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വലിയ ഒരു പണം കൊടുത്ത് പോകുമ്പോൾ, കുറേ കാലങ്ങൾ കാത്തിരുന്ന് പോകുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഒന്ന്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഖുദു അന്നി മനാസിക്, ഞാൻ എപ്രകാരം ഹജ്ജ് ചെയ്യുന്നതായി കണ്ടോ അതുപോലെ ചെയ്യണം എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ മദീനയുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ പോലും, സഹായിമാർ പോലും പ്രവാചകൻ്റെ കൂടെ ഹജ്ജ് ചെയ്യണം എന്ന് വിചാരിച്ചു വന്നു. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു ഗർഭിണിയാണ്. അവർ ഏകദേശം മദീനയിൽ നിന്ന് 20-22 കിലോമീറ്റർ ദൂരെയുള്ള ദുൽഹുലൈഫയിൽ എത്തിയപ്പോഴേക്കും പ്രസവിച്ചു. ആ പ്രസവിക്കാറായ സമയത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഹജ്ജിന് പോകണം എന്നൊരു താല്പര്യം. അതുകൊണ്ടാണ് ഈ ഇമാം മുസ്ലിം അബൂദാവൂദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ട് ദുൽഹുലൈഫയിലെത്തി ഇഹ്റാമിൽ പ്രവേശിച്ച് അങ്ങനെ സുദീർഘമായ ഹദീസിൻ്റെ കിതാബ് 2 പേജ് 1.5 പേജ് 2 പേജുള്ള വലിയ ഹദീസ്. അപ്പോൾ അവിടെ റസൂൽ എവിടേക്കാണ് ഓടിയത്, എവിടേക്കാണ് നടന്നത്, എവിടേക്ക് സ്പീഡ്, ഇതൊക്കെ ഒരു റഡാർ പോലെ വീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്, റസൂൽ ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്നൊരു താല്പര്യം. ആ ഒരു താല്പര്യം നമ്മുടെ ഹാജിമാർക്ക് ഉണ്ടാകണം. ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറിവില്ലാത്ത പല ആളുകളും വരും. ഇപ്പോൾ സഫയുടെ മുകളിൽ കയറി കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ കാണിക്കും, ഇത് കാണുമ്പോഴുള്ളൊരു ആൾക്കാർ ഇതേപോലെ തന്നെ പല തെറ്റുകളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഒന്ന്, നബി ചെയ്ത പോലെ സഹാബാർ കാണിച്ചെന്ന പോലെ ചെയ്യുന്നത്. രണ്ടാമത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, വലിയ പ്രതിഫലമുള്ള ഈ ഹജ്ജ് ഉണ്ടല്ലോ, അൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. അന്നും പ്രസവിച്ച കുട്ടികളെപ്പോലെയായിത്തീരും, ദാരിദ്ര്യമില്ലാതെയാകും, അത് അർക്കാനുൽ ഇസ്ലാമിൽ ഒന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള ഹജ്ജ് അത് പഠിപ്പിക്കുന്ന പാടെന്താണ്, അത് ഈ ഹാജിമാർ പഠിക്കണം. അതുകൊണ്ട് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിയഷ്ഹദു മനാഫിഅ ലഹും, അവർ സാക്ഷിയാകണം. മക്കയിൽ പോയി, മദീനയിൽ പോയി, അറഫയിലും മിനയിലും മുസ്ദലിഫയിലൊക്കെ കണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിക്കണം എന്ന് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഇപ്പോൾ കഅബ പഠിപ്പിക്കുന്ന പാടാണ് എന്ത്, ഖുർആൻ പറയുന്നുണ്ട്, വൈദ് ബവ്വഅനാ ഇബ്രാഹിം മക്കാനൽ ബൈത്ത്, ഇബ്രാഹിം നബിക്ക് എവിടെയാണ് കഅബാലയം പടുത്തുയർത്തേണ്ടത് എന്ന ആ സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ
ഒരു ശിർക്കും ചെയ്യാൻ പാടില്ല എന്ന കാര്യമാണ്. അതിനാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം പഠിപ്പിക്കുന്നത്, അതാണ് കഅബാലയത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇങ്ങനെ ഈ ഹാജിമാർ, ഈ പുണ്യം പ്രതീക്ഷിച്ച് പോകേണ്ട ഹാജിമാർ പലപ്പോഴും ഈ കഅബയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് മിക്കവാറും നമ്മുടെ നാട്ടിലുള്ള ആദരവാക്കപ്പെട്ട എന്ന് പറയുന്ന ഖബറിൻ്റെ ഒക്കെ അടുത്ത് പോകും. ഖബർ സിയാറത്ത് സുന്നത്താണ്, അതല്ല ഞാൻ പറയുന്നത്. ജാറങ്ങളുടെ അടുത്ത് പോയി അവിടെയുള്ള മഹാനവറുകളോ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളോ ദുആ ഇരുന്ന് അവരെ ബർക്കത്ത് കിട്ടി, അവരെ പൊരുത്തം കിട്ടി ആണ് പോകുന്നത്. അപ്പം എന്തിനാണോ ശരിയാവുള്ളൂ എന്നുള്ള, അതെ അതെ. അപ്പം എന്തിനാണോ കഅബാലയം ഉണ്ടാക്കിയത്, അതിന് നേരെ വിരുദ്ധമായ കാര്യമാണ് അവർ ഈ രണ്ട് കാര്യവും കാര്യമായി ശ്രദ്ധിക്കുന്നു. ഇതിന്റെ ഇബാദത്ത് ചെയ്യാൻ ശിർക്ക് ചെയ്തിട്ട് പോവാ. അതെ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ തന്നെ ചെയ്തല്ലാതെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? അതെ അതെ. ഇപ്പോൾ ഹജ്ജിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പോകുന്ന സമയത്ത് തന്നെ പല ആളുകളും പിന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കുക, അതുപോലെ തന്നെ പരസ്യപ്പെടുത്തിയിട്ട് ഹജ്ജ് കല്യാണം, അന്ന് ഒരു കല്യാണത്തിൻ്റെ ചിലവുള്ള പിന്നെ രൂപത്തിൽ സൽക്കാരങ്ങളൊക്കെ നടത്തിയിട്ട് എല്ലാ ആളുകളെയും പിന്നെ ഒരു ഹജ്ജ് കർമ്മത്തിന് പോകുക എന്നുള്ളൊരു വലിയ തൗഫീഖ് തന്നെയാണ്. പക്ഷേ അതിന് ഹജ്ജിനുള്ള സാമ്പത്തിക ബാധ്യത ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കല്യാണം നടത്തുന്നൊരു സാമ്പത്തിക ബാധ്യത വരുത്തി തീർക്കുന്ന രൂപത്തിൽ ഹജ്ജ് കല്യാണം നടത്താം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോകുന്ന ആളുകളൊക്കെ പിന്നെ പലപ്പോഴും കാണുന്ന രീതി എന്താ വെച്ചാൽ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്നപ്പോൾ സാദിഖ് മുഹമ്മദ് മദനി പറഞ്ഞ പോലെ ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാം കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ്റെ പുണ്യമാക്കപ്പെട്ട മസ്ജിദ് നബി അവിടെ ഉണ്ട്, 1000 പ്രതിഫലമുള്ള മസ്ജിദ് അവിടെ ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി ദുൽഹുലൈഫിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഇഹ്റാം കെട്ടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ മീഖാത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം കെട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡ്രസ്സ് ഇഹ്റാം കെട്ടാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് അതിൽ ഉദ്ദേശിച്ചത് അതായത് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അത് പലപ്പോഴും ജനങ്ങൾക്ക് ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ധരിക്കലാന്നൊരു തെറ്റിദ്ധാരണ. മാത്രമല്ല, എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ തെൽബിയത്ത് തുടങ്ങാം. തെൽബിയത്ത് തുടങ്ങിയിട്ട് ഏറെ സങ്കടകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മീഖാത്തിലെത്തുമ്പം അവിടുന്ന് പിന്നെ തെൽബിയത്ത് ചൊല്ലി, അല്ലെങ്കിൽ ലബൈക ഹജ്ജത്ത് അല്ലെങ്കിൽ ലബൈക ഉംറത്തൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെയുള്ള ഹജ്ജിലേക്ക് ഉംറയൊക്കെ പ്രവേശിക്കേണ്ടത്. പക്ഷെ ആ പ്രവേശിക്കുന്ന സമയത്ത് നല്ല ഉറക്കമായിരിക്കും ഫ്ലൈറ്റിൽ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽക്കെതിരാണ്. ഇങ്ങനെയും ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ പിന്നെ നമുക്കറിയാം, നമുക്ക് സാദിഖ് മദനിക്ക് എന്നേക്കാൾ കൂടുതൽ പരിചയം ഉണ്ടാകും. അവിടെ സഫ പിന്നെ ജബൽ നൂർ മറ്റൊക്കെ മുകളിലേക്ക് കയറി അവിടെ നിസ്കരിക്കുക, അതുപോലെ തന്നെ അവിടെ ബർക്കത്തെടുക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അറഫയിൽ നമുക്കറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അറഫയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ, ഞാൻ പറഞ്ഞു, എന്താണോ സത്യത്തിൽ ഹജ്ജ് പഠിപ്പിക്കുന്നത് അതിന് നേരെ വിരുദ്ധമായിട്ടാണ് ചെയ്യാറുള്ളത്. അതെ, അതിൽപ്പെട്ട അറഫയിൽ കാണാം, ഓരോ ടീമായിട്ട് ആണല്ലോ, അവിടെ പോയിട്ട് ഇതേപോലെ ഇർത്തഖബത്തും നബി സല്ലല്ലാഹു അഷ്ഫാഅത്ത് ഹബ്ലന, നബിയോട് ഷഫാഅത്ത് ചോദിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കലും എന്നുവേണ്ട ഷിർക്കിൻ്റെ ഈരടികളുള്ള വാക്ക് ഉച്ചരിക്കുന്നത് ഏറ്റവും 365 ദിവസങ്ങൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അതിലേറ്റവും ശ്രേഷ്ഠമായ പകലുള്ള അള്ളാഹു മലക്കുകളോട് ഹാജിമാരെ കുറിച്ച് അഭിമാനം പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ആണ് ഈ ഷിർക്കിന്റെ വാചകങ്ങൾ ചെല്ലുന്നത് എന്നുള്ളതാണ്. അത് ചെല്ലാൻ വേണ്ടി ഈ പുസ്തകങ്ങളൊക്കെ അവിടെ പെട്ടിയിലിട്ട് കൊണ്ടുപോവാണ്. മാത്രമല്ല, ഇവിടുന്ന് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഈ മുസ്ലിയാക്കന്മാർ അവരുടെ ഹജ്ജ് ക്ലാസ്സുകളിലും പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിക്കും തൗഹീദിൻ്റെ ചിഹ്നങ്ങളാണല്ലോ. കാബയാണെങ്കിലും സംസമാണെങ്കിലും അതുപോലെ തന്നെ സഫയാണെങ്കിലും മുസ്ദലിഫയാണെങ്കിലും അറഫയാണെങ്കിലും ഒക്കെ തൗഹീദിൻ്റെ ചിഹ്നങ്ങളാണ്. കാരണം ഹജ്ജിൽ എവിടെയും ഒരു തവസ്സുലോ ഇസ്തിഗാസയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മരണ പുതുക്കാൻ വേണ്ടിയാണ് ഹജ്ജുകൾ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ സ്മരണകൾ ഫുള്ളതിലുള്ളത്, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൻ്റെയൊക്കെ. പക്ഷേ അതിലൊരിക്കലും ഇബ്രാഹിം നബിയോടുള്ള പ്രാർത്ഥന അല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുള്ള ഇസ്തിഗാസ അല്ല, ഇബ്രാഹിം നബിയുടെ തവസ്സുലില്ല, അല്ലാഹുവിനോട് നേരിട്ടാണ്. പക്ഷേ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ആ പിന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെപ്പോലും ദുർവ്യാഖ്യാനിച്ച് ഷിർക്കിന് തെളിവുണ്ടാക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു ഹജ്ജ് ക്യാമ്പൊക്കെ നടത്തുന്ന മുസ്ലിയാരുണ്ട്, പൂക്കോട്ടിലുള്ള അബ്ദുൽ സമദ് എന്ന് പറയുന്നൊരു മുസ്ലിയാർ. അയാളുടെ ഈ അടുത്തൊരു പ്രസംഗം എന്താ വെച്ചാൽ, പിന്നെ മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നമ്മൾ 2 റക്അത്ത് തവാഫ് കഴിഞ്ഞ് നിസ്കരിക്കുമല്ലോ, അപ്പോൾ ആ 2 റക്അത്ത് നമസ്കാരം
ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണെന്ന് തോന്നുന്നു. അയാളെ സംസാരം നമുക്ക് കേൾക്കാം. ഈ ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ആരാധനയല്ല, അത് ആദരവ് മാത്രമാണ്. പല പറഞ്ഞ മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിലുള്ള 2 റക്അത്ത് നിസ്കാരം അത് ഇബ്രാഹിം നബിയുടെ കാലിലെ ചുവട്ടിൽ പോയി നമ്മൾ എന്ത് ചെയ്യാണ്? സുജൂദ് ചെയ്യണം. അപ്പോൾ പിന്നെ അത് ഇബ്രാഹിം നബിക്കുള്ള ആദരവിൻ്റെ സുജൂദാണ്. അങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കണം ഇങ്ങനത്തെ. അതായത് ഒരു വസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ കഅബാലയത്തിന് മുമ്പിൽ പോയിട്ട് എല്ലാവരും സുജൂദ് ചെയ്യണം. അപ്പോൾ അത് കഅബാലയത്തിനുള്ള ആരാധനയാണോ? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിലെല്ലാം നിസ്കരിച്ച്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ സഫിലുള്ള ആളുകൾ സുജൂദ് എവിടെ ഉണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽക്കൽ. അപ്പോൾ ഒരാൾ പറയാണ്, കണ്ടോ ഒരു പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇവരില്ലാത്ത ഒരു ആൾ പറയണം, കണ്ടോ മുഹമ്മദ് നബിക്കാണ് ഈ മുസ്ലിങ്ങൾ മുഴുവനും സുജൂദ് ചെയ്യുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചോട്ട് പോയിട്ട് സുജൂദ് ചെയ്യാണ് എന്നൊരാൾ പറഞ്ഞത് വിവരക്കേട് എന്ന് മാത്രമല്ല, ഇത് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കണം. എന്തിനാണ് ഈ പറഞ്ഞു കൊണ്ടിരുന്നത് വെച്ചാൽ, ഈ തൗഹീദിൻ്റെ ചിഹ്നങ്ങളെപ്പോലും ശിർക്കിൻ്റെ പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കാനും അതുപോലെ തന്നെ തൗഹീദിൻ്റെ കേന്ദ്രങ്ങളിൽ പോലും ശിർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ അറഫയെ സംബന്ധിച്ച് ഇയാൾ പറയുന്നൊരു അറഫയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടെ. അപ്പോൾ ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ടാവും, സ്വാലിഹ്യങ്ങളല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഈ സ്വാലിഹ്യങ്ങളല്ലാത്തവർക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം എങ്ങനെ കിട്ടുക? ഈ സ്വാലിഹ്യങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടാണ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഹറമിലും ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ എപ്പോഴും നിസ്കരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ സ്വാലിഹ്യങ്ങളുണ്ട്. അപ്പം അത് അറഫയുടെ മാത്രം പ്രത്യേകത അല്ലല്ലോ. അപ്പം ഇത് എന്നിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ട് വെച്ചാൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്വാലിഹ്യങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിന് ബർക്കത്ത് കിട്ടും. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചിഹ്നങ്ങളൊക്കെ ദുർവ്യാഖ്യാനിച്ച് ശിർക്ക് വിദഗ്ധകൾ പ്രചരിപ്പിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഈ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം പോലും ശരിയാം വണ്ണം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഹജ്ജിൻ്റെ ഗ്രൂപ്പിലൊക്കെ പോയ ആളുകൾക്കറിയാം, പലപ്പോഴും എന്താ വെച്ചാൽ ഹജ്ജ് കർമ്മത്തിൻ്റെ ഇബാദത്തുകൾ എടുക്കുന്ന സന്ദർഭത്തിൽ പോലും സ്വന്തമായി പ്രാർത്ഥിക്കാൻ ആർക്കും അവസരമില്ല. ഒക്കെ കൈ പിടിച്ചിട്ട് ആമീൻ 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 എന്ന് പറയില്ലാതെ. ഭയങ്കര തമാശ. നമ്മളെ മദീനത്തൊക്കെ ഉണ്ടായിരുന്ന അന്ന് ഇപ്പോൾ ഈ തവാഫ് ചെയ്യുമ്പോഴേ ഇന്തോനേഷ്യ ആളുകളാട്ടെ നമ്മളെ ആളുകളാട്ടെ പുസ്തകം നോക്കി ഇങ്ങനെ വായിക്കും. അപ്പോൾ അടിയിലുണ്ടാവും തബഅഹു. അപ്പോൾ തബഅഹു എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം പ്രിന്റ് ചെയ്തത് എന്നാണ്. മറ്റല്ല തബഅഹു ഫുലാൻ ഫുലാൻ. അപ്പോൾ ഫുലാൻ ഫുലാൻ എന്താണ് പറയുന്നത് ഇതൊന്നും അറിയില്ല. പ്രാർത്ഥിക്കണവർക്കും അറിയണില്ല, ആമീൻ പറയുന്നവർക്കും അറിയണില്ല എന്നുള്ളത്. അതായത് സ്വന്തം ശരിക്ക് ആ പിന്നെ സഫയുടെയും മർവയുടെയും തവാഫിൻ്റെ ഇടയിലും അതുപോലെ തന്നെ അറഫയിലും മിനയിലൊക്കെ അവർ പിന്നെ എന്താണോ അമീർ പ്രാർത്ഥിക്കുന്നത് അതിനൊരു ആമീൻ പറയുക എന്ന ഒരു തൊഴിൽ മാത്രം. അതല്ലാതെ ശരിക്കും അറഫയിലൊക്കെ നിന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അസുലഭമായ അവസരമാണ് കൈകളുയർത്തി അള്ളാഹുലേക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സന്ദർഭം പോലും നേരത്തെ പറഞ്ഞ പോലെ അവിടെയും മാലു മൗലൂദ് റാത്തി പോയിട്ട് ശരിക്കും എന്താ വെച്ചാൽ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തൗഫീഖ് ഈ എത്തരം ആളുകൾക്ക് ലഭിക്കുന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇത്തരം വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കൊണ്ടുള്ള ഒരു ശിക്ഷയായിരിക്കുമോ എന്ന് പോലും നമ്മൾ എന്തായിരിക്കണം ഭയപ്പെടണം. അപ്പോൾ ചുരുക്കത്തിൽ ഹജ്ജിന് പോകുമ്പോൾ ഏത് വിഭാഗത്താണെങ്കിലും ശരിക്കും അതിനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി തെറ്റിദ്ധാരണകൾ ഇല്ലാതെ തന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് എല്ലാ ഹാജിമാരോടും നമുക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. അതേപോലെ തന്നെ ഹജ്ജത്തിന് മുമ്പും കഴിഞ്ഞാലും ഇപ്പോൾ ഹജ്ജ് അങ്ങാടി കൂടെ വെറുതെ കറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മലകൾ കയറി അവിടെ പോയി നിസ്കരിക്കുക. ഹറമിൽ ഒരു വക്ത് നമസ്കാരത്തിന് 1,00,000 പ്രതിഫലമാണ്, 1,00,000-ലധികം. അതെ, ആ പ്രതിഫലം നഷ്ടപ്പെടുത്തിയിട്ട് വെറുതെ അങ്ങാടിയിലൂടെ നടക്കുക. എപ്പോഴെങ്കിലൊക്കെ നമസ്കാരത്തിൻ്റെ സമയമില്ലാത്ത സന്ദർഭത്തിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള അതെല്ലാം മറമറ നിസ്കാരം പോലും ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്തിയിട്ട് ഈ സന്ദർഭങ്ങൾ കടന്നു നിൽക്കുക. അതൊക്കെ ഹാജിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ അമീറന്മാരിൽ നിന്നും പറഞ്ഞെന്നോളുന്നില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മാത്രമല്ല അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ അധികവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ എവിടെയൊക്കെ ചരിത്ര സ്ഥലങ്ങളിൽ പോകും. അതാണ് അവർക്ക് ഉംറക്കും ഹജ്ജിനും ഇതിനൊക്കെ കർമ്മങ്ങൾക്കുള്ള സൗകര്യങ്ങളെ കുറിച്ചിട്ടല്ല അവർ പോയി അന്വേഷിക്കുന്നത്. ആളുകൾ മാത്രമല്ല, ഒരു പിന്നെ ഹജ്ജ് കമ്മിറ്റി അല്ലെങ്കിൽ ഉംറ കമ്മിറ്റി അല്ലെ ഉംറ കമ്മിറ്റി അല്ല എന്താ ഉംറ ട്രിപ്പ് ഗ്രൂപ്പ് അവരെ പരസ്യങ്ങൾ പലപ്പോഴും കൊടുക്കുക. ഇന്ന സ്ഥലങ്ങൾ മറ്റുള്ളവർ പോകാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ മദീനത്ത് പോകുമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആവേശമാണ്.
യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പോകുന്നത് ആ പ്രതിഫലവും എന്താണ് ഇബാദത്ത് എടുക്കാനാണ്. പക്ഷെ അതിൽ നിന്ന് മറന്നിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അങ്ങനെയുള്ള ഒരു സംസാരങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനിപ്പോൾ കൂട്ടി വായിക്കേണ്ട ഒരു ചരിത്രം എനിക്ക് തോന്നണേ ഇമാം മാലിക് റഹിമഹുള്ളയോട് ചോദിച്ച ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കി. ഇമാം മാലിക്കിനോട് തന്നെയാണ് ഇമാം മാലിക് അതായത് മീഖാത്തിൽ എത്തിയതിനു ശേഷം അല്ലാഹു റസൂൽ പറഞ്ഞു ഹുന്ന ലഹുന്ന വലിമൻ അതാനി. ഈ ഇഹ്റാമിൽ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് ആരാണോ മക്കയിലേക്ക് വരുന്നത് അവർ ലോകത്തിൻ്റെ ഏത് ദിക്കിലൂടെ വന്നാലും മീഖാത്തിന് പ്രത്യേക സ്ഥലം അതിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഇമാം മാലിക് മദീനക്കാരനാണ്. ഇമാം മാലിക് ഹിജ്റ 179 വഫാത്തായ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, മഹാനവറുകളെ ഞാൻ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണോ അതല്ല ഒരു 20-22 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മദീനക്കാരുടെ മീഖാത്തായ ദുൽ ഹുലൈഫ ഇന്നതിനെ അബാർ അലി എന്നാണ് പറയുക അവിടെ വെച്ചാണോ പ്രവേശിക്കേണ്ടത് ചോദിക്കുമ്പോൾ എന്താണ് മസ്ജിദ് നബിയിൽ നിന്നല്ല മറിച്ച് എവിടെ നിന്നാണ് ദുൽ ഹുലൈഫ എന്നാണ് അദ്ദേഹം കൊടുക്കുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യയിൽ നിങ്ങൾക്ക് മഹത്തായ മാതൃകയുണ്ട്. അള്ളാഹു റസൂൽ അവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഹജ്ജ് മുഴുവൻ സത്യത്തിൽ പരിശോധിച്ച് നോക്കി ഒക്കെ തൗഹീദ പഠിപ്പിക്കും. നോക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിസ്മരിച്ചുകൊണ്ട് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ? ഇസ്മായിൽ നബിയുടെ ഹാജറെ ആ ഹാജറുടെയൊക്കെ തവക്കുൽ എത്രമാത്രമാണ്. നിങ്ങൾ പോവുകയാണ് അള്ള പറഞ്ഞിട്ടാണ് നിങ്ങൾ പൊയ്ക്കോളി, അള്ള ഞങ്ങളെ പാഴാക്കൂല. എൻ്റെ മോനെ അല്ല എനിക്ക് വലുത്, എനിക്ക് റബ്ബാണ് വലുത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തവക്കുലിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ആ അർപ്പണബോധം സത്യത്തിൽ ഹജ്ജിന് പോകുന്ന ആൾക്കാർ ആ പാഠം പഠിച്ചിട്ടുണ്ടോ അല്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ റബ്ബിനും തവക്കുലാക്കാതെ മറ്റു ജാറങ്ങളിലും ഷേഖുമാരിലും ബീമാരിലും നൂലുകളിലും ചരടുകളിലൊക്കെ തവക്കുലാക്കുന്ന ആൾക്കാർക്ക് സത്യത്തിൽ അവർ ഹജ്ജ് ചെയ്തു എന്ന് എത്രത്തോളം പറയാൻ കഴിയും? അതും ഒരു ആലോചിക്കേണ്ട. ഹജ്ജിൻ്റെ ബാഹ്യമായ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്നല്ലാതെ ഹജ്ജിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ നിന്നും മിനായിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ മൗലൂദെല്ലാം കഴിയും. ആലോചിച്ച് നോക്കി എത്ര അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്ന അവസരങ്ങളാണല്ലോ, അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഹജ്ജുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഉംറയുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ ചെയ്യുമ്പോൾ ബിദഅത്തുകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അവസാനമായി സൂചിപ്പിച്ച ആ ഇമാം മാലിക് റഹിമഹുള്ളയുടെ ചരിത്രം പോലും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഉണ്ട്, റൗള ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവിടുന്ന് പോലും നിങ്ങൾ എന്ത് ചെയ്തോളി ഇഹ്റാം ചെയ്ത് പൊയ്ക്കോളി എന്ന് അദ്ദേഹം സമ്മതിച്ചില്ല. കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ വേണം, അത് ഉണ്ടെങ്കിൽ ഖുദു അന്നി മനാസിക്കക്കും അതൊക്കെ പറഞ്ഞതുപോലെ തന്നെ അപ്പോഴേ ശരിയാവുകയുള്ളൂ, അത് മഖ്ബൂലും മബ്റൂറുമായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്.